Hello guys. ഹലോ ഹലോ ഫാമുകൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ പോകുന്നത് ഏത് ഫാമിലോട്ടാണ് മിസ്റ്റർ ഗോൾഡിൻഡാസ്? മുമ്പ് പോയ ഒരു ഫാമിലോട്ട്. മുമ്പ് പോയ ഒരു ഫാം. പക്ഷെ ഇപ്പം അവിടെ വേറെ പൂക്കളാണ്. പക്ഷെ മുമ്പ് പോയ ആ ഫാമിൽ പോയ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ലല്ലോ. ഇട്ടിട്ടില്ല, പക്ഷെ നമ്മൾ പോയ കാണാത്ത പൂക്കൾ തേടിയുള്ള യാത്ര. ഇന്ന് നമ്മൾ പോകുന്നത് തുളൈസ് ഫാം. പേര് തുളിപ്സ് ആണെങ്കിലും തുളീസ് ആണെങ്കിലും കാണാൻ പോകുന്നത് തുളിപ്സ് അല്ല, പിന്നെയോ സൺഫ്ലവർ കാണാൻ പോവാണ്. സ്റ്റേഷനിലോട്ടുള്ള നടത്തമാണ് ഗൈസ്. ഡാരിക്ക് സിഗ്നലിൽ ഇത് പ്രസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ എപ്പോഴും അവനെ കൊണ്ട് തന്നെ പ്രസ് ചെയ്യിപ്പിക്കണം. സിഗ്നൽ എത്തുന്നതിന് മുന്നേ അവനിങ്ങനെ ഈ ഒരു വിരലിങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് വരും, അത് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രീൻ സിഗ്നൽ കിട്ടി, നമ്മൾ റോഡ് ക്രോസ് ചെയ്തു. വെസ്റ്റ് വർത്തിങ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ കയറുന്നത്. നമ്മൾ സ്റ്റേഷൻ എത്തിയിട്ട് ടിക്കറ്റ് കളക്ട് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ഡാരിക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അവനത് കൈ കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. അവൻ്റെ സന്തോഷമായി കാണുന്നത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നോളൂ, നമുക്ക് ഉടനെ തന്നെ വണ്ടി കിട്ടി. ട്രെയിനിൽ കയറിയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ബോഗിയിൽ. കുഞ്ഞ് സ്റ്റേഷനാണ് ഞങ്ങളുടേത്, അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഹലോ how are you? Hello guys. ഡാരിക്ക് യാത്രകൾ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം വണ്ടിയിൽ കയറുമ്പോൾ അത് ട്രെയിൻ ആയാലും ബസ്സായാലും ആദ്യമൊക്കെ അവന് ഡീസൻ്റായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആസ് യൂഷ്വൽ എല്ലാ പിള്ളേരെയും പോലെ ഓടി ചാടം, ഓട്ടവും ചാട്ടവും ഒക്കെ തുടങ്ങും. ചെയറിലിരിക്കുന്നു, അവൻ ഒറ്റയ്ക്ക് ഒരു സീറ്റിൽ ഇരിക്കണം. പിന്നെ ഫുഡ് ട്രേയുടെ മുകളിൽ കയറും, അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോൾ ഡോസ് തുറക്കുന്ന അടയ്ക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അവൻ ആ സമയമാകുമ്പോഴത്തേക്കും അവന് ഡോറിൻ്റെ അടുത്തോട്ട് പോകണം. അതിൽ ഓപ്പൺ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടല്ലോ, അത് അവന് പ്രസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും ഇവൻ ബഹളം വെക്കാൻ തുടങ്ങും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാണാം ഡാരി കാണിക്കുന്ന വാശി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇത് അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ബഹളമായി കാണുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് എന്തെങ്കിലും പറഞ്ഞിങ്ങനെ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ചെയ്താൽ ഓക്കെയാണ്. Bye. See you. Daddy say I love you. Daddy. I. Say I. I love you. Who? You. From the front coaches, as this station has a shorter platform. Please ensure you are travelling in the correct part of the train. This is coach number 4, showing by seat. നമ്മുടെ ട്രാവൽ ടൈം ഏകദേശം 1 hour അടുപ്പിച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഈ 1 hour ഇവനെ മാനേജ് ചെയ്യുക ഇങ്ങനൊരു ചെറിയ സ്പേസിൽ ഇച്ചിരി ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിലധികം സ്നാക്സ് കരുതാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് സ്നാക്സ് അവന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും സ്നാക്സൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് നിന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഉടനെ തന്നെ കിട്ടി, പെട്ടെന്ന് തന്നെ കിട്ടി, അധികം വെയിറ്റിംഗ് ഒന്നും വേണ്ടി വന്നില്ല. അപ്പോൾ അതെ സെക്കൻഡ് ട്രെയിനിൽ നമ്മൾ കയറി. അടുത്ത സ്റ്റോപ്പാണ്, സോ അതുകൊണ്ട് നമ്മൾ നിൽക്കുവാണ്. ഉറക്കം വന്നിട്ട് വയ്യ. Subway level. Night off.
ഇങ്ങനെ ഇരിക്കുന്നു. എൻ്റെ കണ്ണിൽ ചുവന്ന് കാണുന്നില്ലെന്ന് ഗോഡ്വിൻദാസ് പറഞ്ഞു. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ എന്താ ഇവിടെ നിൽക്കുന്നേ? സൺഫ്ലവർ ഫെസ്റ്റ് ക്ലോസ്ഡ്. ട്രെയിൻ കയറി ഇവിടെ വന്നപ്പോൾ ഗൈസ് ബസ് സർവീസ് ഇല്ല. കാര്യം തപ്പി ഗൂഗിളിൽ പോയപ്പോൾ ഫാം ക്ലോസ്ഡ് ആണ്. നമ്മൾ പ്ലാൻ മാറ്റി ഗൈസ്. നമ്മൾ അടുത്തുള്ള ഒരു സൂ തപ്പി സൂവിലോട്ട് പോകാണ്ട് ടാക്സി ബുക്ക് ചെയ്യാൻ പോകുന്നില്ല. അകത്ത് കയറി ടിൽ ഗേറ്റ് സൂ. നമ്മളിന്ന് അവിടെ അങ്ങോട്ടാണ് പോകുന്നത്. ഡാഡി സൂ കണ്ടിട്ട് നാൾ കുറേ ആയി. പ്ലാൻ ബി ടിൽ ഗേറ്റ് സൂ. നമ്മള് സൂ എത്തി. പക്ഷെ സ്ലീപ്പി മൂഡ്. ടു അല്ല സൂ. Godwindas, how is the sunflower farm? Very good. Like lot of animals here. I think we need to walk kilometers and kilometers. Very good. Seems like we have big zoo. Beautiful, അല്ലേ? ഒത്തിരി നടക്കാനുണ്ടായിരുന്നേ. പക്ഷെ പ്ലേസ് അടിപൊളിയാണ് കാണാൻ. ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കൂടി പോകുന്നൊരു ഫീലൊക്കെ ഉണ്ട്. സംഭവം ഇത് തന്നെയാണ്. ബട്ട് ഇറ്റ് വാസ് ബിഗ്, വലുത്. നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ ഈ ഒരു ഗാർഡനാണ് കണ്ടത്. അടിപൊളി ഗാർഡൻ. നമ്മൾ പുറത്തുനിന്ന് കയറി വന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഗാർഡൻ ഉള്ളിലോട്ട് കയറിയപ്പോൾ എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. അടിപൊളി. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ്. ഗാർഡനാണ് ഗൈസ്. വിശാലമായ ഒരു ഗാർഡൻ സൂവിനകത്ത്. സൂ വേറെ ഡയറക്ഷനിലാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ സൂ അവസാനം കണ്ടുപിടിച്ചു. ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് പോകണം. ഗ്രേപ്സ് ഗൈസ്. സൂവിൻ്റെ എൻട്രൻസിൽ അവർ നിർത്തിയേക്കുന്നതാണ് ഗ്രേപ്സ്. ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. ആദ്യം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു നോർമൽ ചെടിയായിരിക്കും. പിന്നെ നോക്കിയപ്പോഴാണ് ഗ്രേപ്സ് കണ്ടത്. ടുഡേയ്സ് ഇവൻറ്റ്സ് ഗൈസ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് 1:45 സോ ലെമർ ടോക്ക് അതെന്താണെന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. ആദ്യമേ വാണിംഗ് ആണ് ഗൈസ്. ഡാഡിയുടെ ഉച്ചമയക്കത്തിൻ്റെ ടൈമിലാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റേതായ ചെണുക്കമൊക്കെ അവനുണ്ടായിരുന്നു. ഒന്ന് സെറ്റായി വരാൻ കുറച്ച് സമയം എടുത്തു. സ്റ്റാർട്ടിംഗ് ഒക്കെ ആനിമൽസിൻ്റെ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിന് വലിയ ഇൻട്രസ്റ്റ് അവൻ കാണിച്ചില്ല. ബട്ട് ഹെൽപ് ദ ആനിമൽസ് ഫൈൻഡ് ദെയർ ഹോംസ്. നമുക്ക് സ്പൈഡറിൻ്റെ ഹോം കണ്ടുപിടിക്കാം. ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ്. ഇൻട്രസ്റ്റിംഗ്. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡാഡിക്ക് ഉഷാറായി. അവൻ ഈ പസിലൊക്കെ കളിച്ചു. ടേക്ക് ദിസ് ആൻഡ് മൂവ്. ഇത് പിടിക്കേ. ആ എന്നിട്ട് എങ്ങനെ കൊണ്ടോ. ഓഷ് push, push, yay! ഡാഡിക്ക് അത് ഇഷ്ടപ്പെട്ടു. അകത്ത് പോയി.
കാല് കിട്ടിയിരുന്നെങ്കിൽ ഫ്രൈ അടിക്കായിരുന്നല്ലേ. ആ ബെസ്റ്റ്. ഇതിനകത്ത് കുറച്ച് കുഞ്ഞൂസ് ഉണ്ടായിരുന്നു, അത് അതിനകത്തോട്ട് കയറിപ്പോയി. Daddy, what does the pig say? What does the pig say? Oink, oink. What does the pig say, Daddy? നമുക്ക് അങ്ങോട്ട് പോകാം. ഇതിൻ്റെ കാല് കിട്ടിയാലും നമുക്ക് തിന്നാണ്ട. Say hi. 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 What are you doing here? No, yeah, I do it. ഭയങ്കര വെയിലുള്ള ദിവസമായിരുന്നു. അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട് വെച്ചാൽ ബാക്കി ഓക്കെ. ഡാഡിയുടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അവൻ്റെ കൈ ഇങ്ങനെ പൊക്കി വെച്ച് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അവനെ നിർത്തിയതാണ്. പക്ഷെ അവൻ നിന്നു കേട്ടോ, പറഞ്ഞതുപോലെ തന്നെ ആൾ ചെയ്തു. സാന്റാക്ലോസിൻ്റെ വണ്ടി വലിക്കുന്ന ആളെ കിട്ടി ഗൈസ്. റെയിൻഡിയേഴ്സ് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ. ആ, അതിൻ്റെ കൊമ്പ് കാണാൻ ഇച്ചിരി ലുക്കുണ്ട്. അങ്ങനെ റെയിൻഡിയറിനെ ആദ്യമായി നേരിൽ കണ്ടു. മിസ്റ്റർ ഗോവിന്ദാസ്, വാട്ട് അബൌട്ട് യു? ഞാൻ ആദ്യമായിട്ട് കണ്ടു. ഇവിടുത്തെ ഓരോ പ്ലേസും അടിപൊളിയായിരുന്നു കാണാൻ. അതിലെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഗാർഡന് ശേഷം ഈ ഒരു സ്പോട്ടാണ്. ഒരു അടിപൊളി വ്യൂ. നമുക്കിങ്ങനെ നടന്ന് ഉള്ളിൽ ആ ഹട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് നമുക്ക് ആ പോണ്ട് കാണാം. നല്ല രസമാണ്. എനിക്ക് ആ ഒരു ഫീൽ അവിടെ നിൽക്കുമ്പോഴുള്ള ആ ഒരു നമ്മുടെ മൈൻഡ് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഒരു ഫീൽ ഗുഡ് മൂഡായിരുന്നു അതിനകത്ത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്പേസ്. ഞങ്ങൾക്ക് സ്ട്രോളർ ഇട്ടാൻ വരാതെ ആവശ്യമില്ല ഗൈസ്. ഞങ്ങളുടെ വണ്ടി വിട്ടാൻ ഞങ്ങൾക്ക് തന്നെ. നമുക്ക് വയസ്സായതിനു ശേഷം നമ്മളെ വീൽ ചെയറിലെടുത്ത് ഡാഡി ഊട്ടിക്കൊണ്ടുപോകും. അതിൻ്റെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും നടന്ന് ഓരോന്ന് കാണുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തോട്ടു. ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തു, ബെഞ്ചിലൊക്കെ ഇരുന്നു. ഡാഡിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. നീയല്ലേ കാലെടുക്കാം അവിടെ ഇട്ട്. അടുത്ത ഡാഡിയുടെ ഫേവറേറ്റ് സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ രണ്ട് ബേർഡ്സിനെ കണ്ടപ്പോഴത്തേക്കും ഡാഡി അവിടെ കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അവനെന്തോ അവിടെ നിന്ന് വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കുറേ സമയം അതിനെ നോക്കി കളിപ്പിച്ചു. കുറച്ച് സമയം നമ്മളവിടെ നിന്നു അവന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് റെപ്റ്റൈൽ ഹൗസിനുള്ളിലോട്ട് കയറി. ദളവമീൻ, കാറ്റ്ഫിഷ്, ഒളിച്ചു. കാറ്റ്ഫിഷ് ഇതിനകത്തൊരെണ്ണമുണ്ട്. Catfish.
ഫിഷിനെ കളിപ്പിക്കുന്ന ഗവൺമെൻറ് കാണിക്കാൻ വന്നത് കുട്ടിയെ കളിക്കുന്നത് എൻഡേഞ്ചേർഡ് ആണ് ഗൈസ്. ഡാംബ ഈസ് എൻഡേഞ്ചേർഡ്. ഈ കളറിലുള്ള പാരറ്റ് ഞാൻ ആദ്യമായിട്ട് കാണാം അല്ലേ? പാരറ്റ് നമ്മൾ പച്ചത്തത്തേനല്ലേ കണ്ടിട്ടുള്ളത്? ഒരുപാട് കളറാണ്. അവർ ഊഞ്ഞാലടിക്കും. ഗോൾഡൻ അതിൻ്റെ ഇരയാന്ന് കരുതി ഗോൾഡൻ്റെ കൈയുടെ പിറകെ പോവുക. പാവം ഫിഷ്. സൺഫ്ലവർ തപ്പി വന്ന നമ്മൾ എന്നിട്ടിപ്പോൾ മൃഗങ്ങളെ കണ്ട് നടക്കുന്നു. വലിയ സൂ, നല്ല രസമുണ്ട്. പക്ഷെ നടന്നു മടുക്കും, പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഉറങ്ങാതെ വന്നാൽ. അവരിയ്ക്കുന്നത് നോക്കിയേ, ഭയങ്കര ക്യൂട്ടല്ലേ? ഈ സ്റ്റോൺസൊക്കെ ഇങ്ങനെ അടുക്കി നമ്മൾ കറക്റ്റ് നിരയിൽ ഇങ്ങനെ അടുക്കി വെക്കുന്നത് പോലെ അവരിയ്ക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഇത് രണ്ടും ഇവിടെ അടിയായിരുന്നു. ഇപ്പോൾ ഇത്ര കാണാതെ അത് പേടിച്ച് അതിനകത്ത് കയറിയിരിക്കുന്നു. ഒരു അടി വരും, എന്നിട്ട് രണ്ടറ്റത്ത് പോയി നിൽക്കും. തരം കിട്ടുമ്പോൾ ഒന്ന് ആക്രമിക്കണം. ഡാഡി ഫുൾ അലമ്പ് മോഡ് ഓണായി ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു ബ്രേക്ക് എടുത്തു. അവന് ഉറക്കം വന്നിട്ട് ആകെ പ്രാന്തായ ഒരവസ്ഥയായി പിന്നീട്. കൊച്ചാണല്ലേ സ്വന്തം, ഞാൻ ഏതോ പക്ഷിയെന്ന് വിചാരിച്ചു. ഉറക്കം വന്ന് കിറങ്ങിയിരിക്കുന്ന ഡാഡി. കഴിക്കുകയും ചെയ്യുന്ന വിളി വിടുന്നു ഗൈസ്. എന്താണിത്? എന്ത് പ്രതിഭാസമാണിത്? ഡാഡിനെ കാണുന്ന എല്ലാവരും പറയും അയ്യോ പാവം. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഡാഡിക്ക് വേറൊരു മുഖമുണ്ട്, ആ മുഖം ഞങ്ങളെ കാണുന്നുള്ളൂ. അവന് സ്വയം അത് മുകളിലത്തെ സൺഷെയ്ഡ് വെക്കണം, താഴ്ത്തണം. അവന് ആഗ്രഹിക്കുമ്പോൾ അത് വന്നില്ലെങ്കിൽ അതിന് കരച്ചിലാണ്, തിരിച്ചു പോയില്ലെങ്കിൽ അതിന്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. Thank you. Thank you. Thank you. ഞാൻ എഴുന്നേറ്റ് മാറണമെന്ന്. ഇവിടെ കയറണമായിരുന്നു ഈ ബഹളവും കരച്ചിലും.
ഞാൻ അവിടെ കിടന്നുറങ്ങിക്കോ. യു മേ സ്ലീപ് ദേ. ഇവിടുത്തെ എക്സിറ്റ് ഷോപ്പ് വഴിയായിരുന്നു ഗൈസ്. അവിടെ കയറിയപ്പോൾ ഡാഡിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. അവൻ താഴെ വെക്കുന്നില്ല. സഫാരി പാർക്ക്. ടാഗ് വരെ പൊട്ടിച്ചു ബില്ലിയുടെ മുന്നേ. 3 വയസ്സ് വരെ ഉള്ളവർക്കുള്ളതല്ല. ഓക്കേ, നമുക്കിത് എടുത്തിട്ട് ഇറങ്ങാം. ഡാഡി ചെന്ന് ബില്ല് പേ ചെയ്. യു നീഡ് ടു പേ. ഗോ ദേർ. ഡാഡിയുടെ വാൻ എടുത്ത് ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. ഇവിടെ വരുന്ന വഴിക്ക് തൊട്ടടുത്തൊരു പാർക്ക് കണ്ടു, ട്രീ ക്ലൈമ്പിംഗ് ഒക്കെ ഉള്ള. പോകുന്ന വഴിക്ക് അവിടെയും കൂടി കയറിട്ടു. വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങൾക്ക് കളിക്കണം. വരുന്നില്ല ഗൈസ്. ഡാഡി അവിടെ ഇരിപ്പായി. സ്റ്റാൻ അടിക്കുമെന്ന് പേടിച്ച് വേറൊരാൾ എവിടെ നിൽക്കുന്നതെന്ന് കാണിച്ചു തരാം. കളിച്ചും അടുത്തപ്പോൾ തനിയെ വന്ന് സ്റ്റോളറിക്കുകയാണ്. സൂവിനോട് വിട പറയുകയാണ് ഗൈസ്. ഇറ്റ് വാസ് ഗുഡ് ദോ. തിരിച്ച് പോണ വഴിക്ക് ഒരു കാഴ്ച കണ്ടു. നാടകം നടക്കുന്നു. Wherefore did some people say, and why dost thou deny the bag of gold? Received no gold, but I do confess we were locked out. Oh, does somebody finish? Does somebody harm? നാടകത്തിൽ ലയിച്ച് നിൽക്കുന്ന കോൾവിൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ബാക്ക് ടു പ്ലേ ഡാഡി. Going back through this beautiful garden. Yes, it is beautiful. Look. The lights ഒക്കെ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. നൈറ്റ്സ് ഒക്കെ നല്ല രസമായിരിക്കും. ഇപ്പം തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പം ലൈറ്റ് ഇടുമ്പോഴും. തിരിച്ച് പോകുന്ന വഴിക്ക് കണ്ട ഒരു മരമാണ്. എന്ത് വലുതെന്ന് നോക്കിയേ. ഞാനത് കണ്ട് അങ്ങനെ ഒരു മിനിറ്റ് അങ്ങ് നിന്നു. എത്ര പ്രായം ഉണ്ടാവും അതിന്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് റീലും എടുത്തു, ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാകുമെന്ന് വിചാരിച്ച്. പക്ഷെ അതിൻ്റെ സൈസ്, ആ ഏരിയയിൽ ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ മരം ഇതാ. ഗോഡ്വിൽ എൻ്റെ അടുത്തതേ ഉറുമ്പിൻ്റെ അത്രേ ഉള്ളൂ. എന്ത് വലിയ മരം അല്ലേ. ഗോഡ്വിനൊക്കെ അവിടെ ഉറുമ്പിൻ്റെ അത്രേ ഉള്ളൂ. കിട്ടില്ല. ബിഗ് ട്രീ. അടിപൊളി സ്ഥലം. ചുമ്മാ ഈവനിങ് ഒക്കെ വന്ന് ചില്ല് ചെയ്യാൻ. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരമായതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റത്തില്ല. എന്താണ് എന്തോ പരിപാടി? സ്ലീപ്പിംഗ് മോഡ്. ഇവിടെ നല്ല വൈബല്ലേ. നോക്ക്, നമ്മൾ ആ സൂന്ന് ഇവിടെ ഇറങ്ങി വന്നപ്പം ട്രീ ക്ലൈമ്പിംഗ് നോക്കി വന്നതാണ്. നമ്മൾ കാറിൽ പോയപ്പോൾ വഴിയിൽ കണ്ടായിരുന്നു. അത് നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ അടിപൊളി പാർക്ക്, പിന്നെ മറ്റേ ബൗൺസി കാസിൽ, അടിപൊളി ബോട്ട് റൈഡ്, പിന്നെ ആൾക്കാരെല്ലാം ഭയങ്കര വൈബ്. നൈസ്. ഇതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട ട്രീ ക്ലൈമ്പിങ്. കുഞ്ഞു കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. സിപ്പ് ലൈനൊക്കെ ഉണ്ട്.
നെക്സ്റ്റ് ടൈം വരുമ്പോൾ ട്രൈ ചെയ്യണം. ഇതാണ് എനിക്ക് നല്ല ഓർമ്മയാണ്. He's explaining something beautiful in this park and I don't like that. You guys understood? If you got it, I said you are beautiful and you didn't like it or what? I said what you were explaining. I'm saying you are beautiful. എന്താ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഇഷ്ടമില്ലേ? വിഷയം മാറ്റാൻ ഗോഡ്വിൻ ദാസിനെ കഴിഞ്ഞുള്ളൂ, വേറെ ആരും. ഡാഡി ഉറക്കമേ സുഖമായിട്ട് സ്ട്രോളറിൽ കിടക്കുന്നു. നമ്മൾ നടന്ന് ഇവിടെ എത്തി. വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട്. What's our plan next? To eat something delicious. ഡാഡി ഉറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു റെസ്റ്റോറൻറ്റിൽ കയറാൻ, മനസ്സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ. അല്ലേ മിസ്റ്റർ ഗോഡ്വിൻ ദാസ്? Of course. അതുകൊണ്ട് ഗോഡ്വിൻ ദാസ് ഉരുട്ടി അവനെ ഉറക്കി. പിന്നെ നമുക്ക് പോയി വല്ലതും തിന്നാം. What did you order? പിസ്സ എന്ന് അവർ പറയുന്നു. എന്നിട്ട് ഗാർലിക് ബ്രെഡ് പോലും ഇരിക്കുന്നു. കുട്ടി ഉദ്ദേശിച്ച ഷോപ്പ് അപ്പുറത്താണ്, പക്ഷെ അവിടെ ബഹളമായതുകൊണ്ട് ഞങ്ങൾ ഡാഡി ഉറങ്ങുന്നത് കൊണ്ടും കമ്പാരിറ്റീവ്ലി ടേബിളില്ല, ടു ബിസി ആവുന്നത്. ഇവിടെ തിരക്കില്ല. സോ നമ്മൾ ഇങ്ങോട്ട് വന്നു. വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്. ഉള്ളതുകൊണ്ട് ചീസ് കണ്ടോ? പക്ഷെ എൻ്റെ ചീസെല്ലാം പേപ്പറിൽ ഒട്ടിയിരിക്കുന്നു. ഞങ്ങൾ കഫേയിൽ നിന്ന് ഇറങ്ങി. We're going back home. And that's all about this video. Bye. Okay, bye.